ആവേശം കാണാൻ കഴിഞ്ഞു. എല്ലാവർക്കും സാധാരണക്കാരായിട്ടുള്ള പുലിപ്പൂരത്തിന് തുടക്കമായിരിക്കുന്നു തൃശ്ശൂരിലെ സ്വരാജ് റൗണ്ടിൽ പുലികൾ ഒന്നൊന്നായി ഇറങ്ങുന്നു. ഏതാണ്ട് 200 വർഷത്തിന്റെ പഴക്കമുള്ള പുലിക്കളി അത് വീണ്ടും എത്തുകയാണ്. ഒരുപാട് ആശങ്കകൾ തടസ്സങ്ങളൊക്കെ ആദ്യം കരുതിയിരുന്നെങ്കിൽ പോലും എന്നാൽ തൃശ്ശൂരിന്റെ ഹൃദയം അത് പുലിക്കളിക്കൊപ്പമാണ് എന്നുള്ള ഉറച്ച നിലപാടിൽ അത് നടത്തുക എന്നുള്ള ഒരു ആശയത്തിലേക്ക് എത്തുകയായിരുന്നു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആദ്യം അത് വേണ്ട, ഈ ആഘോഷം മാറ്റിവെക്കാമെന്നുള്ള ഒരു തീരുമാനം ആലോചന ഉണ്ടായതെങ്കിൽ പോലും തൃശ്ശൂരിന്റെ ഹൃദയം പുലിക്കളിക്കൊപ്പം താളം തുള്ളുന്നത് തൃശ്ശൂരുകാർക്കറിയാം, തൃശ്ശൂർ കോർപ്പറേഷൻ അറിയാം. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് പുലിക്കളി ഇങ്ങനെ വീണ്ടും നടത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. തൊട്ടു മുമ്പാണ് ഫ്ലാഗ് ഓഫ് നടന്നത്. ഫ്ലാഗ് ഓഫിന് ശേഷം ഓരോരോ ദേശങ്ങൾ ഒന്നൊന്നായി ആ സ്വരാജ് റൗണ്ടിലേക്ക് കയറിയെത്തും. ഇതുപോലെ ഇതാ അരമണിയിലേക്ക് ഇതാ ഇങ്ങനെ കുംഭകുലുക്കി ആ താളത്തിൽ ചവിട്ടി അവരെത്തും. വർഷക്കാലമായി തൃശ്ശൂരുകാർ ഈ പുലിക്കളി ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. വീണ്ടും മറ്റൊരു പുലിക്കളി ദിനത്തിൽ അവർ ഒന്നാകെ വന്നു ചേരുകയാണ് സ്വരാജ് റൗണ്ടിന് ചുറ്റും. പൂരദിനത്തിലെത്തുന്ന അതേ ആരവത്തിൽ, അതേ ആവേശത്തിൽ അവർ ഈ പുലികളെ ഒന്നൊന്നായി കണ്ട് ആനന്ദഭരിതരായി അവർ തിരികെ പോകും. ഈ ദിവസം മുഖംമൂടി അണിഞ്ഞ് കടുവയുടേതുപോലുള്ള വരകൾ ശരീരത്തിൽ തീർത്ത് ചിലർ പുള്ളിപ്പുലിയുടെ കണക്കെ സ്വരാജ് റൗണ്ടിൽ എത്തി നിൽക്കുന്നു. കടും മഞ്ഞ നിറങ്ങളും കറുപ്പും ചായങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഇതാ കാണുന്ന പോലെ പച്ച നിറം, ചിലർ കറുപ്പ് മാത്രം, ചിലർ നീല നിറത്തിൽ, ചുവപ്പ്, അങ്ങനെ വർണ്ണങ്ങൾ മാറി മാറി പരീക്ഷിച്ചുകൊണ്ട് പുലികളിലെയും കടുവകളിലെയും ഒക്കെ ആ വരയെ തന്നെ നവീകരിച്ച് ആധുനിക കാലത്തിനൊപ്പം മാറുകയാണ് ആ പുലിക്കളി. 7 ദേശങ്ങളാണ് ഇത്തവണ പുലിക്കളിക്കായി അണിനിരക്കുന്നത്. 7 ദേശങ്ങൾ. ഈ 7 ദേശങ്ങൾ സ്വരാജ് റൗണ്ടിൽ അവിടെ നായ്ക്കനാലിൽ പാട്ടുരായ്ക്കൽ ദേശത്തിന്റെ സംഘത്തിലാണ് ഫ്ലാഗ് ഓഫ് നൽകുമെന്ന് അറിയിച്ചിരുന്നത്. എന്നാൽ ആദ്യം നമ്മൾ ശക്തന്റെ തട്ടകത്തിൽ കണ്ടത് സീതാറാമിൽ ദേശത്തിന്റെ പുലികളി സംഘത്തെയാണ്. പുലികളി സംഘങ്ങൾ ഒന്നൊന്നായി ഓരോരോ ദേശക്കാരും ഓരോരോ രീതിയിൽ അണിനിർത്തുന്ന പുലികളെ കാണാം. സാധാരണ പുലികൾ തൊട്ട് അതിഗംഭീരമായിട്ടുള്ള പുലികളെ നമുക്ക് കാണാൻ കഴിയുന്നു. വിയൂർ യുവജന സംഘം, വിയൂർ ദേശം, 2 ദേശം വിയൂരിൽ തന്നെയുണ്ട്. 2 ടീം, വിയൂർ യുവജന സംഘവും വിയൂർ ദേശവും. സീതാറാമിൽ ദേശം, ശങ്കരൻകുളങ്ങര ദേശം, ചക്കാമുക്ക് ദേശം, കാനാട്ടുകര ദേശം, ഇങ്ങനെ 7 പുലികളി സംഘങ്ങളിലാണ്, 7 പുലികളി മടകളാണ്, പുലിമടകളാണ് ഇന്ന് തൃശ്ശൂരിൽ ഉണ്ടായിരുന്നത്. ആ മടകളിൽ നിന്നെല്ലാം പുലികൾ ഒന്നൊന്നായി ആ സ്വരാജ് റൗണ്ടിലേക്ക് 3 മണി 3:30 കൂടി തന്നെ നടന്ന് നീങ്ങി തുടങ്ങിയിരുന്നു. ഇപ്പോൾ റൗണ്ടിനെ ചുറ്റുകയാണ്. സ്വരാജ് റൗണ്ടിന് ചുറ്റും തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന കാണികൾക്ക് മുന്നിലേക്ക് അവരെത്തുകയാണ് ഒന്നൊന്നായി ഈ താളത്തിൽ. ആ താളത്തിന്റെ ഒരു സൗന്ദര്യം നമ്മൾ പൂരത്തിൽ കാണുന്ന പതിവ് താളമല്ല ഈ പുലിത്താളം എന്ന് പറയുന്നത്. പാണ്ഡ്യയുടെയും പഞ്ചാരിയുടെയും പഞ്ചവാദ്യത്തിന്റെയും നാട്ടിൽ പുലിക്കൊട്ട് അത് രസകരമായി നെഞ്ചേറ്റുന്ന ഒരു ദിവസമാണ് ഈ 4ാം ഓണം എന്നുള്ളത്. അതൊരു പറയപ്പെടുന്നത് തൊട്ടിങ്കൽ രാമൻകുട്ടി ആശാൻ ചിട്ടപ്പെടുത്തിയ താളമാണ്. ഇത് ഏതാണ്ട് 70 വർഷം മുമ്പ്, 70 വർഷത്തിന് മുമ്പ് എന്തായിരുന്നു ആ താളം എന്നുള്ളത് ഒരു പക്ഷേ അത്ഭുതകരമാണ്. എന്തായാലും ആ താളത്തിനൊത്ത് ചുവട് വെച്ച്
ആ താളത്തിനൊത്ത് കുംഭകുലുക്കി, ആ താളത്തിനൊത്ത് അരമണി കിലുക്കി പുലികൾ സ്വരാജ് റൗണ്ടിനെ ഇങ്ങനെ കീഴടക്കിക്കൊണ്ടിരിക്കുന്നു. തൃശ്ശൂരിലെ പുലിക്കളിക്ക് മാത്രമാണ് ഈ കൊട്ടുള്ളത്. ഈ കൊട്ട്, ഈ താളം മറ്റൊരിടത്തും അത് കേൾക്കുക പ്രയാസകരമാണ്. അല്ലെങ്കിൽ ഇതിനെ അനുകരിക്കുന്നു എന്ന് മാത്രം കരുതുക. കാരണം ഇത് പുലിക്കളിയുടെ, തൃശ്ശൂരിന്റെ സ്വന്തം കൊട്ടാണ്, പുലിത്താളമാണ്. ഒരുപക്ഷെ ഈ പുലിക്കൂട്ടത്തെ കാണുമ്പോൾ അത് കണ്ടു നിൽക്കുന്ന കാഴ്ചക്കാർക്ക് കേവലം കൗതുകം, വർണ്ണത്തിന്റെ ഭംഗി അത് മാത്രമായിരിക്കും. പക്ഷെ അതൊന്നുമല്ല, ആ ഓരോരുത്തരും എടുക്കുന്ന പ്രയത്നം അത് പറഞ്ഞറിയിക്കുക പോലും പ്രയാസകരമാണ്. 41 ദിവസത്തെ വ്രതമുണ്ട് ഈ പുലിച്ചായം ശരീരത്തിൽ പൂശുന്നതിന് മുൻപ്. ഓരോ പുലിക്കളിക്കാരനും 41 ദിവസത്തെ വ്രതമെടുക്കണം എന്നുള്ളതാണ് അതിന്റെ ചിട്ടവട്ടം. കർക്കിടകം 1 തുടങ്ങി 4-ാം ഓണം വരെ അങ്ങനെ വ്രതമെടുത്ത ശേഷം മാത്രം പുലിക്കളിക്കിറങ്ങുക എന്നുള്ള ഒരു വ്രതമാണ്. പക്ഷേ അതിനുമപ്പുറം അവരെടുക്കുന്ന പ്രയത്നം, ഈ ചായം പൂശി 2 മണിക്കൂറോളം പുലി വെയിലത്ത് നിന്ന് വേണം ആ ചായം ശരീരത്തിനോട് പറ്റിച്ചേർന്ന് ഇളകി ഒഴുകാത്ത രീതിയിൽ ആകാൻ വേണ്ടി. ആ പ്രയത്നമൊക്കെ കണ്ടറിയുക പ്രയാസമാണ്. മാത്രമല്ല ഇത്രയും നേരം മണിക്കൂറുകൾ ആ നിൽപ്പിന് ശേഷം സ്വരാജ് റൗണ്ടിൽ ആ താളത്തിനൊത്ത് തുടർച്ചയായി ഇങ്ങനെ താളം തുള്ളുന്ന പുലികൾ. മാസങ്ങൾ നീണ്ട അധ്വാനമുണ്ട്, മാസങ്ങൾ നീണ്ട മുന്നൊരുക്കമുണ്ട്. ഒരു കൂട്ടായ പ്രയത്നമാണത്. ആ കൂട്ടായ പ്രയത്നം, അതിന്റെ പൂർത്തീകരണമാണ് ഓരോരോ പുലിക്കളി സംഘങ്ങളും. അതിന്റെ ഒരുക്കങ്ങളുടെ ഘട്ടങ്ങൾ തന്നെ പലവധിയാണ്. ആദ്യം തന്നെ വലിയ കുംഭക്കാരെ കണ്ടെത്തുക എന്നുള്ളതാണ്, വലിയ വയറുള്ളവരെ, കുടവയറുള്ളവരെ കണ്ടെത്തുക എന്നുള്ളതാണ് ഓരോ പുലിദേശങ്ങളും ഓരോ പുലിമടകളും ആദ്യം കണ്ടെത്തേണ്ട ഒരു കടമ്പ. മികച്ച വയർധാരികളെ അവരെ കണ്ടെത്തി ദേശത്തിലേക്ക് ക്ഷണിക്കുക. ഓരോ നല്ല വയറുള്ള, കുടവയറുള്ള കേവൻ പുലിയാണെങ്കിൽ അയാൾക്ക് ഒരു ദിവസം 50,000 രൂപ വരെ പ്രതിഫലം നൽകുന്ന ദേശങ്ങളുണ്ട്. അങ്ങനെ ഏറ്റവും മികച്ച വയറുള്ള പുലികളെ കണ്ടെത്തി തങ്ങളുടെ പ്ലോട്ടുകളിൽ തങ്ങളുടെ ടീമിന്റെ ഭാഗമാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല വയറ് മാത്രം പോരാ, നല്ല സ്റ്റാമിനയുള്ള ആളുകളെ കണ്ടെത്തുക എന്നുള്ളതാണല്ലോ മറ്റൊരു കാര്യം. പുലികളെ നേരത്തെ തന്നെ ബുക്ക് ചെയ്ത ടീമിനെ സെറ്റാക്കി അവർ മത്സരത്തിലിരുന്നു. അങ്ങനെ 7 ദേശങ്ങൾ ഇത്തവണ ഈ പുലിക്കളിയിൽ, ഈ പുലിപ്പൂരത്തിന്റെ ഭാഗമാവുകയാണ്. 7 ദേശങ്ങൾ. മുഖംമൂടി, അരമണി, ട്രൗസർ, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വേഷങ്ങളുടെ പൊലിമ കാണുമ്പോൾ നമ്മൾ അത് വളരെ എളുപ്പത്തിൽ ചായം പൂശിയ പുലികളെ മാത്രമേ നമ്മൾ ഒരുപക്ഷെ തിരിച്ചറിയൂ. അതിൽ ഒരുപാട് അസംസ്കൃത വസ്തുക്കൾ ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ അരമണികൾ ഏതാണ്ട് നമുക്കറിയാവുന്ന പോലെ ഓരോ പുലിക്കളി സംഘത്തിലും ഏതാണ്ട് 50 വരെ പുലികൾ ഉണ്ടാകും. 30 മുതൽ 51 വരെ പുലികളാണ് ഓരോ പുലിക്കളി സംഘത്തിലുമുള്ളത്. അതായത് ഏതാണ്ട് 400ഓളം അരമണികൾ വേണം. അരമണികൾ മാത്രം വേണം 400ഓളം. അപ്പോൾ ഈ 400ഓളം അരമണികൾ കണ്ടെത്തി അതിനേക്കാളേറെ അതിന് ചായം പൂശുന്ന ആളുകളെ കണ്ടെത്തി. അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ട്. നേരത്തെയൊക്കെ ഈ മുഖം മൂടി അത് പശ തൂത്ത് കടലാസ് കൊണ്ട് നിർമ്മിച്ചെടുക്കുകയായിരുന്നു. ഇപ്പോൾ കൂടുതലും പ്ലാസ്റ്റിക് സംവിധാനങ്ങൾ വന്നത് അധ്വാനം കുറച്ചിട്ടുണ്ട് എന്നുള്ളത് ശരി തന്നെ. പക്ഷേ അപ്പോഴും ആയാസം അത് പറഞ്ഞറിയിക്കുക അത്രമാത്രം പ്രധാനമാണ്, അസാധ്യവുമാണ്. സാറ്റിൻ തുണിയിലാണ് ഇലാസ്റ്റിക് വള്ളി ചേർത്ത് തുന്നി ഈ ട്രൗസർ നിർമ്മിക്കും. ഒപ്പം കാലിൽ ഒരു ചിലമ്പുണ്ടാകും. കാലിൽ ഒരു ചിലമ്പും ആ തൊപ്പിയും കൂടി ചേരുന്നതോടി ആ പുലിയുടെ വേഷം അത് പൂർത്തിയാവുകയാണ്.
നമ്മൾ രാവിലെ മുതൽ തന്നെ നമ്മുടെ പ്രതിനിധികൾ കാണിക്കുന്നുണ്ടായിരുന്നു ഓരോ പുലിമടകളിലും എങ്ങനെയാണ് ആ ചായം പൂശൽ നടക്കുന്നത് എന്നൊക്കെ. ഇപ്പോൾ ആ കാണുന്ന പുലിയെ നോക്കുക, എത്രമാത്രം ഭംഗിയായിട്ടാണ് ആ വയറിലൊക്കെ ചായം പൂശിയിരിക്കുന്നത്. പക്ഷേ അതിന് എടുത്ത ഒരു പ്രയത്നവും സമയവും ഒക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിന്നുകൊണ്ട് വേണം ആ പുലിയുടെ ദേഹത്ത് അത്തരത്തിൽ ഭംഗിയായി ആ പുലിയെ ആലേഖനം ചെയ്യാൻ. മണിക്കൂറുകളെടുക്കും ഓരോ പുലിയെയും വരച്ചു തീർക്കാൻ. മെയ്യെഴുത്ത് ഓരോ പാളികളായി മെയ്യെഴുത്ത് പൂർത്തിയാക്കും. ചായമുണങ്ങാൻ 2 മണിക്കൂറിലേറെ സമയവും വേണ്ടിവരും. അതേ സമയം പൂർണ്ണമായി നിൽക്കുകയും വേണം. വയനാട് മെമ്മോറാണ്ടം വിവാദത്തിൽ ആശങ്ക അറിയിച്ച് മന്ത്രിമാർ. പുനരധിവാസ പ്രവർത്തനങ്ങളെ ബാധിച്ചേക്കും, ആശങ്ക അടിസ്ഥാനരഹിതമെന്ന് റവന്യൂ മന്ത്രി. സർക്കാർ ചെലവ് ആരാണ് കണക്കാക്കിയതെന്ന് പ്രതിപക്ഷ നേതാവ്. മറുപടി പറയാതെ മുഖ്യമന്ത്രി ഒളിച്ചോടുന്നുവെന്ന ആരോപണം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അന്വേഷണം തീരുമാനിക്കാൻ നിർണായക യോഗം. പോലീസ് ആസ്ഥാനത്ത് ഹൈക്കോടതി ഉത്തരവ് പ്രകാരം അന്വേഷണത്തിലെ മാറ്റങ്ങൾ ചർച്ചയാകും. സുപ്രീം കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടിയതോടെ പുറത്തിറങ്ങാൻ പൾസർ സുനി. വിചാരണ കോടതിയെ ഉടൻ സമീപിച്ചേക്കും. മലയാള സിനിമയിലെ പുതിയ സംഘടനാ രൂപീകരണത്തിൽ തുടക്കത്തിലെ ആശയക്കുഴപ്പം. സംഘടനയുടെ ഭാഗമാണെന്നത് പ്രചരണം മാത്രമെന്ന് സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി. സംഘടനയിൽ ചേരണോ എന്ന് തീരുമാനിച്ചിട്ടില്ലെന്ന് വിനയൻ. പി ജയരാജന്റെ പൊളിറ്റിക്കൽ ഇസ്ലാം പരാമർശത്തിൽ CPM നേതാക്കൾ മൗനം പാലിക്കുമ്പോൾ പ്രതികരിച്ച് ഇ പി ജയരാജൻ. കേരളത്തിൽ നിന്ന് IS റിക്രൂട്ട്മെന്റ് എന്ന പി ജയരാജന്റെ നിലപാടിനോട് വിയോജിപ്പ്. തീവ്രവാദ സംഘടനകൾക്ക് കടന്നുവരാൻ കഴിയാത്ത ഇടമാണ് കേരളമെന്ന് EP. ഇസ്ലാം പരാമർശം ഏറ്റുപിടിച്ച് കത്തോലിക്ക സഭ മുഖപത്രം. തമിഴ്നാട്ടിൽ ഉദയനിധി സ്റ്റാലിൻ ഉപമുഖ്യമന്ത്രിയാകും. പ്രഖ്യാപനം ഉടനെന്ന് സൂചന. സ്റ്റാലിന്റെ പിൻഗാമിയുടെ കാര്യത്തിൽ കുടുംബത്തിൽ ധാരണ. ജമ്മു കശ്മീർ വിധി എഴുതുന്നു. ആദ്യഘട്ടത്തിൽ ഭേദപ്പെട്ട പോളിംഗ്. വോട്ടെടുപ്പ് 24 നിയമസഭാ മണ്ഡലങ്ങളിൽ. കശ്മീർ ജനത ജനാധിപത്യ ഉത്സവത്തിന് കരുത്തു പകരണമെന്ന് പ്രധാനമന്ത്രി. NCPയിലെ മന്ത്രിതർക്കം പരിഹരിക്കാൻ ചർച്ച. നേതാക്കളുമായി ശരത് പവാർ നേരിട്ട് ചർച്ച നടത്തും. മറ്റന്നാൾ മുംബൈയിലെത്താൻ AK ശശീന്ദ്രനും തോമസ് കെ തോമസിനും പാർട്ടി അധ്യക്ഷന്റെ നിർദ്ദേശം. മന്ത്രിസ്ഥാനം വിട്ടുകൊടുക്കില്ല എന്ന നിലപാടിൽ ശശീന്ദ്രൻ. കൊല്ലം മൈനാഗപ്പള്ളിയിലെ അപകട സമയത്ത് പ്രതികളുടെ കാറിന് ഇൻഷുറൻസ് ഉണ്ടായിരുന്നില്ലെന്ന് കണ്ടെത്തി. ഇൻഷുറൻസ് എടുത്തത് അപകടശേഷം ഓൺലൈനായി. അജ്മലിനെയൊപ്പം ഡോക്ടർ ശ്രീകുട്ടിയെയും പോലീസിന് കസ്റ്റഡിയിൽ ആവശ്യപ്പെടും. കർണാടക മാണ്ഡ്യയിലെ വർഗീയ സംഘർഷത്തിൽ അറസ്റ്റിലായവരിൽ 2 മലയാളികളും. അറസ്റ്റിലായത് നാഗമണ്ഡലയിൽ വ്യാപാരം നടത്തിയിരുന്ന മലപ്പുറം സ്വദേശികൾ. ഗണേശോത്സവത്തിലെ സംഘർഷത്തിൽ അറസ്റ്റിലായത് 55 പേർ. യുവതിയെ നഗ്നപൂജയ്ക്ക് നിർബന്ധിച്ച 2 പേർ അറസ്റ്റിൽ. പിടിയിലായത് താമരശ്ശേരി അടിവാരം സ്വദേശികളായ പ്രകാശനും ഷമീറും. പൂജയ്ക്ക് വിസമ്മതിച്ച യുവതിയെ ഭീഷണിപ്പെടുത്തിയ ഭർത്താവിനെതിരെ കേസ്. ലെബനനിൽ പേജർ പൊട്ടിത്തെറിച്ച് 9 മരണം. 200-ലധികം പേർക്ക് ഗുരുതര പരിക്ക്. ആക്രമണത്തിന് പിന്നിൽ മൊസാദാണെന്ന ഹിസ്ബുല്ല. തൃശൂരിനെ കീഴടക്കി പുലികൾ ഒന്നൊന്നായി കാണുക. ഇത്ര രസകരമായിട്ടുള്ള പുലികളാണ്. സാധാരണ വെള്ള സാറ്റിൻ തുണി അണിഞ്ഞ പുലികളാണെങ്കിൽ കറുത്ത ട്രൗസർ ഇട്ട പുലികളെ കാണാം. പല നിറത്തിലുള്ള ട്രൗസർ ഉള്ള പുലികൾ. ആ പ്ലോട്ടുകൾ കാണുക, എത്ര ഭംഗിയായി ഇതിനെ കൈകാര്യം ചെയ്യുന്നു. സീതാറാം മിൽ ദേശത്തിന്റെ പ്ലോട്ടാണ് കാണുന്നത്. ആ പ്ലോട്ടിലുമുണ്ട് 4-5 പുലികൾ.
നമ്മൾ ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത് ഈ പുലികൾ എടുക്കുന്ന ഒരു പ്രയാസം എന്നുള്ളതാണ്. ഒരു ദിവസത്തെ ഒരു മുഴുനീളം അധ്വാനമാണത്. നേരത്തെ പറഞ്ഞ പോലെ 2 മണിക്കൂറിലേറെ ചായം പൂശി നിൽക്കണം. 2 കൈയും അകത്തി പിടിച്ച് വടിയിൽ പിടിച്ചു നിൽക്കുകയാണ്. അതെന്തിനാണ്? ചായം പടർന്നു പോകാതെ, വിയർത്ത് പടർന്നു പോകാതെ, അത് പരസ്പരം മുട്ടി കൈകൾക്കടിയിൽ ഒക്കെ ചായം പടരാതിരിക്കാനുള്ള മാർഗമാണ് 2 കൈയിൽ വടി പിടിച്ച് ആ പുലികൾ ഇങ്ങനെ മണിക്കൂറുകൾ നിൽക്കുന്നത്. എന്നിട്ടോ ഏതാണ്ട് 3 മണിയോട് കൂടിയാണ് ഓരോ ദേശങ്ങളിൽ നിന്നും സ്വരാജ് റൗണ്ടിലേക്കുള്ള നടത്തം. ആ നടത്തം പൊരിവെയിലത്താണ്. നമുക്കറിയാവുന്നതുപോലെ ഈ ദേഹം അത് ചുട്ടുപഴുക്കും. കാരണം രോമകൂപങ്ങളെല്ലാം ഈ നിറങ്ങൾ കൊണ്ട് പെയിന്റ് ആണ്, അക്ഷരാർത്ഥത്തിൽ ഇനാമലാണ്. അതിൽ രോമകൂപങ്ങളൊക്കെ അടയും, വിയർപ്പ് ഇല്ലാത്ത സാഹചര്യമാകും. അപ്പോൾ ശരീരം സ്വാഭാവികമായും ചുട്ടുപഴുക്കുന്ന സാഹചര്യം ഉണ്ടാകും. അത് മാത്രമല്ല, ഈ വയറിളക്കി ഇത്ര ദൂരം നടന്ന് സ്വരാജ് റൗണ്ടിലെത്തി ആ താളത്തിനൊത്ത് വീണ്ടും ആട്ടം തുടരുമ്പോൾ ക്ഷീണിക്കുക സ്വാഭാവികമാണ്. ആ ക്ഷീണമൊന്നും വകവയ്ക്കാതെ പക്ഷേ ഇവർ ഈ 2 മണിക്കൂർ അവിടെ തിമിർത്തു നിൽക്കും സ്വരാജ് റൗണ്ടിൽ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദിവസങ്ങൾ നീണ്ട വ്രതം. ആ വ്രതത്തിനൊടുവിൽ ഇന്ന് പുലിക്കളിക്കിറങ്ങും മുമ്പ് തലേന്ന് തന്നെ പുലിവേഷം അണിയുന്നവരുടെ ചമയത്തിന്റെ 1ാം ഘട്ടം ശരിക്കും ആരംഭിക്കുന്നുണ്ട്. കാരണം ദേഹത്തെ രോമം മുഴുവൻ അത് നീക്കം ചെയ്യണം. അതാണ് ആദ്യഘട്ടം എന്ന് പറയുന്നത്. പുലിച്ചമയത്തിലെ ആദ്യഘട്ടം ശരീരത്തിലെ രോമം മുഴുവൻ നീക്കം ചെയ്യുക എന്നുള്ളതാണ്. നിറം അത് ആ കളറ് പൂശേണ്ട ഭാഗത്തൊന്നും രോമം ഉണ്ടാകാൻ പാടില്ല. ഏത് തരം പുലിയാണോ ആലോചിക്കുന്നത് അതനുസരിച്ചുള്ള നിറം അത് നേരത്തെ മുൻകൂട്ടി നിശ്ചയിക്കും. അതിൽ വാർണിഷ് ചേർത്താണ് ഈ പെയിന്റ്, ഈ നിറം ഉണ്ടാക്കുന്നത്. വാർണിഷ് ചേർത്ത് ഏതാണ്ട് വെണ്ണ പോലെ അരച്ചെടുക്കണം. എന്നാൽ മാത്രമേ ആ മെയ്യെഴുത്തിൽ അതിളകിപ്പോകാതെ വണ്ണം അത് നിലനിൽക്കുകയുള്ളൂ. ഒപ്പം തന്നെ പല പുലികൾക്കും ഇനാമൽ പെയിന്റും കൂടെ ചേർത്ത് നമുക്ക് കാണാം. റവന്യൂ മന്ത്രി കെ രാജൻ ആ താളത്തോട് ചേർന്ന് നിന്ന്, തൃശ്ശൂരിന്റെ മനസ്സോട് ചേർന്ന് നിൽക്കുന്ന കെ രാജൻ പൂരപ്പറമ്പിലൊക്കെ അദ്ദേഹത്തിന്റെ സ്ഥിര സാന്നിധ്യമാണ്. അത് പൊതുപ്രവർത്തന രംഗം ആരംഭിക്കുമ്പോൾ മുതൽ കെ രാജൻ അവിടെ സജീവ സാന്നിധ്യമാണ്. ഓരോ പൂരക്കളികളിലും തൃശ്ശൂർ പൂരങ്ങളിലും. അപ്പോൾ മന്ത്രിയായിരിക്കെ പുലിപ്പൂരത്തെ ഏറ്റുവാങ്ങുന്നു മിനിസ്റ്റർ. ഈ താളമാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അത് തൃശ്ശൂരിന്റെ പുലിത്താളമാണ്, തൃശ്ശൂരിന്റെ പുലിപ്പൂരത്തിന്റെ താളമാണ്. ഏതാണ്ട് 70 വർഷം മുമ്പ് ചിട്ടപ്പെടുത്തിയെന്ന് കരുതപ്പെടുന്നു. ആ താളം തോട്ടുങ്കൽ രാമകുട്ടി ആശാൻ ചിട്ടപ്പെടുത്തിയാണെന്ന് ചരിത്രം പറയപ്പെടുന്നു. എന്തായാലും മറ്റൊരു മേളക്കുട്ടിനോടും ഈ മേളത്തിന് സാമ്യമില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ അസുര താളത്തിനൊപ്പം അരമണ കെട്ടി ചിലമ്പ് ഇട്ട് ചിലച്ച് ആ പുലികൾ ഒന്നൊന്നായി ഇങ്ങനെ നടന്നു നീങ്ങിപ്പോൾ സീതാറാമിൽ ദേശത്തിന്റെ ആ പുലിക്കൂട്ടവും ആ പ്ലോട്ടും കടന്നു പോവുകയാണ്. സ്വരാജ് റൗണ്ടിലൂടെ നീങ്ങുകയാണ് മുന്നിലേക്ക്.